കുടിച്ചതിന്റെ രീതിയിൽ നിന്നോളാ. അല്ലാണ്ട് ഇവിടെ വന്ന് എസ്ഐനെ മോനെ മറ്റോനെ മറിച്ചോനെ തന്നെ ചവിട്ടി കൂട്ടാണ്ടിക്കൂല. രതീഷേ, നീ എന്താടാ ആക്കുക? അതേടാ എസ്ഐയുടെ മോൻ തന്നെ. അതൊന്നും നീ നോക്കണ്ട കേട്ടാ. നീ ഒലത്തും പാടാന്നാ ധൈര്യം ഉണ്ടെങ്കിൽ പാടാ. നീ എന്താക്കുക? മനോജെ, നിന്റെ അച്ഛനും നിന്നെയും വിചാരിച്ച് മാത്രമേ ഇവനെ നമ്മളിവിടെ ചെയ്യാണ്ട് വന്നു. മര്യാദക്ക് കൂടി പോന്നെ നീക്കല്ലേ. നീ വിട്ടോ. നീ പാടാ. നീ കൈ എടുക്കടാ. ഈ കേസിൽ ആരാ നീ ഇടപെടാ? ഞാൻ റോഡിൽ കിടന്ന് അടി കൂടും ചെയ്യും, വെള്ളടിക്കും ചെയ്യും, ഓടയിൽ കിടക്കും ചെയ്യും. നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ? പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞ വീട്ടിൽ നിന്ന് എന്റെ കേസിൽ ഇടപെടണ്ടാന്ന്. നീ നല്ലടാ, നീ പാ. ഇവിടെ ഞാൻ പോടാ, വേറെ വഴിയില്ലടാ. വേറെ വഴിയില്ല, വിട്ടോടാ. ഓ, എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ആ വലിയ മാന്യൻ ഇൻസൈഡ് ചെയ്തിട്ട് പോകുന്ന പോക്ക് കണ്ടില്ലേ? അച്ഛൻ വരുന്നുണ്ട്. അച്ഛാ നീ വരട്ടെ. എങ്ങോട്ടാടാ നീ കയറി വരുന്നത്? നീ എന്നാ ഈ ചെക്കനോട് പറഞ്ഞേ? നാട്ടുകാരായി തല്ല് കൂടി നടക്കുമ്പോൾ ഈ ചെക്കൻ പിടിച്ചു വെച്ചാൽ അതിന്റെ തെറ്റി. നീ എന്നാ പറഞ്ഞേ? ഓടെ കിടക്കും, കള്ളു കുടിക്കും. ഇവന് ചെലവാക്കിയ പൈസ ഇല്ലേ അനക്ക് പാഴായിപ്പോയില്ല. നിന്റെ പൈസയോ കള്ളും കുടിച്ച് റോഡും കിടന്ന് നശിപ്പിച്ചോ. നിന്നെ കണ്ട നീ പോ, നീ എവിടെയും പോയി മരിക്ക്. എസ് ഐ രാഘവനി ഇനി ഒരു മോനേ ഉള്ളൂടാ. എന്റെ ഈ മോൻ നല്ല ജോലിയും വിദ്യാഭ്യാസവും നല്ല പൊസിഷൻ നിൽക്കുന്ന എന്റെ ഈ മോനെ. അച്ഛാ, അച്ഛൻ പറഞ്ഞത് ശരി തന്നെ. അച്ഛന്റെ പ്രതീക്ഷകളൊന്നും തെറ്റിക്കാത്ത മോനായി കാണുന്നത്. ഞാനോ കുടിച്ച് ഓടെ കിടക്കുന്നവന്നെ. അച്ഛൻ കാണിക്കുന്ന ഈ സ്നേഹത്തിന്റെ ഒരു ചെറിയൊരു അംശം ഉണ്ടല്ലോ, ചെറുപ്പത്തിൽ എനിക്ക് വന്നിരുന്നെങ്കിലേ ഞാൻ ഇതുപോലെ ആവരുന്നു അച്ഛാ. ഞാനും പഠിക്കാത്തൊരു മോനെന്നല്ല ഉണ്ടായിരുന്നു. കുറവുകൾ ഒരുപാടുണ്ടാവും എല്ലാ മക്കൾക്കും. പക്ഷെ അച്ഛൻ കണ്ടത് അങ്ങനെയല്ല എന്നെ. സ്നേഹം മുഴുവൻ അവനും, പ്രശംസ മുഴുവൻ അവന്. എല്ലാ അച്ഛനമ്മമാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം ഇത്. 2 മക്കളുണ്ടാവും, അതിൽ ഒരാൾക്ക് കൂടുതൽ സ്നേഹം കാണിക്കും. മറ്റൊരാളുടെ എങ്ങനെ മനസ്സിന്റെ വിഷമം ഒന്നും അറിയില്ലല്ലോ. ഞാൻ പോകുന്ന വെച്ചാ എടാ ബിജുട്ടി,